സോ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ആബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് absolute value function. Okay, so first property is modulus AB is equal to mod A into mod B. Second one is modulus of A plus B is equal to mod A plus mod B. ഇതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. Okay, for A comma B real numbers belongs to real numbers. So ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയുടെ. So in order to prove triangle inequality we need to claim something. Okay, so let's claim എന്ന് പറയുന്നത് if A belongs to R then A is less than or equal to modulus A. ഇതാണ് നമ്മുടെ ക്ലെയിം. സോ ഈ ക്ലെയിം ആദ്യം പ്രൂവ് ചെയ്യണം. സോ ക്ലെയിം പ്രൂവ് ചെയ്യാൻ നമുക്ക് രണ്ട് കേസസ് കൺസിഡർ ചെയ്യേണ്ടി വരും. കേസ് വൺ ഇസ് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. എ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. സോ എ പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എ എന്താണ്? മോഡ് എ ഇസ് എ, റൈറ്റ്? ബിക്കോസ് വി നോ what is mod x by definition? It is x if x is greater than or equal to 0 and negative x if x is less than 0. ഓക്കെ, സോ അതുകൊണ്ട് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആകുമ്പോൾ മോഡ് എ എന്ന് പറയുന്നത് എ ആയിരിക്കും. അപ്പോൾ നമുക്ക് എ ഇസ് ഈക്വൽ ടു മോഡ് എ എന്ന് എഴുതാം, തിരിച്ചെഴുതാം. ആൻഡ് മോഡ് എ ക്യാൻ ബി റിട്ടൺ ആസ് ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എ, റൈറ്റ്? അപ്പോൾ എ ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എ ട്രൂ ആയി. ഇനി കേസ് 2 കൺസിഡർ ചെയ്യാം. കേസ് 2 സേ എ ലെസ് ദാൻ 0. സോ എ ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എ എന്താണ്? ബൈ ഡെഫിനിഷൻ ഇറ്റ് ഇസ് നെഗറ്റീവ് എ. സോ ദിസ് ഇംപ്ലൈസ് സോ എ ഇസ് ലെസ് ദാൻ 0 നമുക്ക് തന്നിട്ടുണ്ട്. നൗ നെഗറ്റീവ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് എ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിരിക്കും. സോ 0 ലെസ് ദാൻ നെഗറ്റീവ് എ നമുക്ക് എഴുതാം. നൗ നെഗറ്റീവ് എ എന്താണ്? അത് മോഡ് എ ആണ് അല്ലേ? സോ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്തെഴുതാം? എ ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എന്ന് എഴുതാം. അപ്പോൾ ഹെൻസ് ദ ക്ലെയിം എന്ന് നമുക്ക് വേണേൽ പറയാം, റൈറ്റ്? രണ്ട് കേസിലും നമ്മൾ ഉദ്ദേശിച്ചത് ഓക്കെ. ഓക്കെ, നൗ വി കം ടു ക്ലെയിം 2. Now claim 2 is if A belongs to R then negative A less than or equal to modulus A. ഇത് എളുപ്പമാണ്. ക്ലെയിം 2 ക്ലെയിം 1ൽ നിന്ന് നമുക്ക് കിട്ടും. സോ ലെറ്റ്സ് പുട്ട് നെഗറ്റീവ് എ ഇൻ പ്ലേസ് ഓഫ് എ ഇൻ ക്ലെയിം 1. സോ ക്ലെയിം 1 നമ്മൾ രണ്ട് കേസ് യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിരുന്നു. സോ ക്ലെയിം 1ൽ എയ്ക്ക് പകരം മൈനസ് എ ഇട്ട് കൊടുക്കും. എന്ത് വരും? നെഗറ്റീവ് എ ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് നെഗറ്റീവ് എന്ന് വരും. ആൻഡ് മോഡുലസ് ഓഫ് നെഗറ്റീവ് എ ഇസ് മോഡ് എ, റൈറ്റ്? സോ അവിടെ നമുക്ക് എന്താ കിട്ടുക? വിൽ ഗെറ്റ് നെഗറ്റീവ് എ ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് എ, ഹെൻസ് ക്ലെയിം 2. ഓക്കെ, സോ നമുക്ക് ക്ലെയിം 1ഉം ക്ലെയിം 2ഉം ആവശ്യമാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ. സോ അപ്പോൾ ഇനി എങ്ങനെയാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യുന്നത്? സോ അപ്പോൾ എങ്ങനെയാണ് ഇനി ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യുന്നത്? സോ വി ഹാവ് ടു ഷോ ദാറ്റ് എന്തായിരുന്നു ട്രയാങ്കിൾ ഇനീക്വാളിറ്റി? ഇറ്റ് വാസ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഇസ് ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നുള്ളതായിരുന്നു. അവിടെ നമ്മൾ രണ്ട് കേസ് എടുക്കണം. കേസ് 1, സോ ലെറ്റ് a plus b is greater than or equal to 0. So if a plus b is greater than or equal to 0, what is mod a plus b? Mod a plus b is equal to a plus b ആണ് by definition, and this is less than or equal to mod a plus mod b. Why? എന്തുകൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്? ക്ലെയിം 1 അനുസരിച്ച് അല്ലേ? കാരണം ക്ലെയിം 1 അനുസരിച്ച് a is less than or equal to mod a and b is less than or equal to mod b. ഓക്കെ, സോ അപ്പോൾ a plus b is less than or equal to മോഡ് എ പ്ലസ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഇസ് ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്ന് കേസ് 1 പറയാം. ഇതേപോലെ കേസ് 2, ലെറ്റ് എ പ്ലസ് ബി ഇസ് ലെസ് ദാൻ 0. സോ എ പ്ലസ് ബി ലെസ് ദാൻ 0 ആണെങ്കിൽ what is mod a plus b by definition? It is negative of a plus b, right? And that is equal to negative a plus negative b എന്ന് എഴുതാമല്ലോ. Now this by claim 2 is what? Less than or equal to mod a plus mod b by claim 2.
So from here, mod A plus B is less than or equal to mod A plus mod B. So from cases 1 and 2, the triangle inequality holds. Okay, that's it. Okay, നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലുള്ളത് ലോജിക് ആൻഡ് പ്രൂഫ്സ് എന്ന് പറഞ്ഞൊരു സബ്സെക്ഷനാണ്. സോ ഇവിടെ ആക്ച്വലി നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ഒരു എക്സാമ്പിൾ ഇവിടെ കാണും. സോ അവിടെ നമ്മളൊരു തിയറമാണ് നമുക്കുള്ളത്. തിയറം, ഓക്കെ, 2 റിയൽ നമ്പേഴ്സ് A and B are equal if and only if for every real number epsilon greater than 0, it follows that modulus of A minus B is less than epsilon. Okay, so ആദ്യം ഇത് മനസ്സിലാക്കാൻ നോക്കുക. 2 real numbers A and B are equal if and only if for every real number epsilon greater than 0, it follows that modulus of A minus B is less than epsilon. So that means what? Okay, ingane parayam, A equal to B if and only if statement aanu. If and only if for all epsilon greater than 0, mod A minus B is less than epsilon. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം, റൈറ്റ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് A ഈക്വൽ ടു ബി എന്ന് അസ്യൂം ചെയ്യാം. സോ അസ്യൂം, സോ നമ്മളിതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. A ഈക്വൽ ടു ബി എന്ന് അസ്യൂം ചെയ്തിട്ട് റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്യും. സോ അസ്യൂം A ഈക്വൽ ടു B. Okay, so if A is equal to B, then what is mod A minus B? Of course it is 0. So surely what will happen? Certainly mod A minus B is less than epsilon, no matter what epsilon is chosen. So ഏതൊരു പോസിറ്റീവ് എപ്സിലോൺ എടുത്താലും mod A minus B 0 ആയിരിക്കുന്നിടത്തോളം കാലം അത് less than epsilon ആയിരിക്കും, right? So that was a trivial proof. Now ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം, right? എന്താണ്? For all epsilon greater than 0, modulus A minus B എന്ന് പറയുന്നത് less than epsilon ആണെങ്കിൽ A equal to B എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. So conversely, നമ്മൾ അസ്യൂം ചെയ്യുന്നത് A not equal to B എന്ന് അസ്യൂം ചെയ്യും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺട്രഡിക്ഷൻ വെച്ചാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. So we assume that A is not equal to B, എന്നിട്ട് we choose epsilon naught as the modulus of the difference of A and B. So let epsilon naught be modulus A minus B. അങ്ങനെയെങ്കിൽ what can you say about epsilon naught? It will be greater than 0, right? അത് ക്ലിയർ ആണ്, that is clear. Okay, എന്നാൽ assumption എന്താണ്? By assumption we have modulus A minus B less than epsilon എന്നാണ് നമുക്കറിയാവുന്നത്. For every real number epsilon greater than 0 എന്നാണ്. എന്നാൽ for every എന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ എപ്സിലോൺ നോട്ടിന് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് അവർ എപ്സിലോൺ നോട്ട്. കാരണം എന്താ? ബിക്കോസ് ഒരേ സമയം മോഡ് എ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ നോട്ടും ആൻഡ് മോഡ് എ മൈനസ് ബി ഈക്വൽ ടു എപ്സിലോൺ നോട്ടും സംഭവിക്കില്ല. സോ കനോട്ട് ബോത്ത് ബി ട്രൂ, റൈറ്റ്? ഒന്നിലോ ഒരെണ്ണമായി സംഭവിക്കാവും. സോ നമ്മൾ തുടങ്ങിയപ്പോൾ മോഡ് എ മൈനസ് ബി ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞ് തുടങ്ങി. പക്ഷേ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കില്ല. സോ വി അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. സോ this contradicts the initial assumption that A is not equal to B. So അത് unacceptable ആവും. A should be equal to B.
ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺവേഴ്സ് പാർട്ട്. സോ നേരിട്ടുള്ള പാർട്ട് വളരെ ഈസി ആയിരുന്നു, കാരണം എ ഈക്വൽ ടു ബി ആണെങ്കിൽ മോഡ് എ മൈനസ് ബി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എന്നാൽ കോൺവേഴ്സ് പാർട്ട് എന്താണ് പറയുന്നത്? നമ്മൾ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 മോഡ് എ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യണം. എന്നാൽ നമ്മൾ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് എപ്സിലോൺ നോട്ടിനെ ഡിഫറൻസിൻ്റെ മോഡുലസ് ആയിട്ട് അസ്യൂം ചെയ്തു. അങ്ങനെ ആകുമ്പോൾ അത് ആബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ ആയതുകൊണ്ട് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്നാൽ നമ്മുടെ അസംഷൻ വെച്ചിട്ട് മോഡുലസ് എ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ ആണ്. എല്ലാ എപ്സിലോണും അത് ട്രൂ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ നമ്മളെടുത്ത് ഈ എപ്സിലോൺ നോട്ടിന് അത് ട്രൂ ആയിട്ട് വരത്തില്ല, കാരണം ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കത്തില്ല. അതായത് മോഡ് എ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ, മോഡ് എ മൈനസ് ബി ഈക്വൽ ടു എപ്സിലോൺ നോട്ടും ഒരുമിച്ച് സംഭവിക്കില്ല. സോ ഇത് എന്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യും? എ നോട്ട് ഈക്വൽ ടു ബി എന്നുള്ള നമ്മുടെ അസംഷനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യും. സോ എ ഷുഡ് ബി ഈക്വൽ ടു ബി, ഹെൻസ് ദ തിയറം ഈസ് പ്രൂവ്ഡ്.